മീൻ കഴിക്കാനുള്ള ആഗ്രഹമായിട്ട് നാട്ടിലോട്ട് വന്നപ്പോൾ ദാണ്ട കാറ്റും കോളും മഴയും എല്ലാം വരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ എണീച്ച് നോക്കിയപ്പോൾ കാറ്റുമില്ല, കോളുമില്ല, മഴയില്ല. മീനാണെങ്കിൽ അത്യാവശ്യം വിലക്കുറവുണ്ട്. അപ്പം രാവിലെ മുതൽ മീൻ മേടിക്കാമെന്നും പറഞ്ഞപ്പോൾ ഇരുന്നിരുന്ന് ഒരു 8 മണി 9 മണി ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് മീൻ മേടിക്കാൻ നമ്മൾ ഇറങ്ങിയേ. കാരണം അപ്പം ഇറങ്ങിയെങ്കിലേ മീൻ കിട്ടത്തുള്ളേ. അതിന് നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ മീനൊക്കെ വരണ്ടേ. അന്നേരം പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ പോയി. അങ്ങനെ മീനിൻ്റെ കട എത്താറായപ്പോഴത്തേക്ക് മനസ്സിലെഞ്ചാറ് ലഡു പൊട്ടാൻ കാര്യം വേറൊന്നുമല്ലേ, നിറയെ മീൻ ഇരിക്കുന്നു കേട്ടോ. നമ്മൾ ഇന്നൊരു നാഗവല്ലിയായി മാറിയിട്ട് കേട്ടോ. അന്നത്തേക്കാളും മീൻ കുറച്ചും കൂടെ വിലക്കുറവ് പോലെ തോന്നിയേ. ചൂട ഇരിക്കുന്നു, ചെങ്കലവ ഇരിക്കുന്നു, അയില ഇരിക്കുന്നു, പിന്നെ മത്തി ഇരിക്കുന്നു. മത്തി അന്ന് വന്നപ്പോൾ മത്തി ഇല്ലായിരുന്നു, ഇന്ന് വന്നപ്പോൾ മത്തി ഇരിക്കുന്നത്. പക്ഷേ മത്തിക്ക് 260 രൂപയായിരുന്നു. അന്നേരം ഇനി ഇതിൽ ഏത് മേടിക്കണമെന്നായി കൺഫ്യൂഷൻ. അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ മീൻ കടയിൽ വന്നാലും ആകപ്പാട് കൺഫ്യൂഷൻ ആകുമല്ലോ. ഈ കൺഫ്യൂഷന് കാരണം എൻ്റെ ആക്രാന്തം തന്നെയാണ് കേട്ടോ. ആക്രാന്തതേ ഉള്ളേ, വലുതായിട്ടൊന്നും കഴിക്കത്തൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് അമ്മ ഇന്ന് പ്രത്യേകം പറഞ്ഞു വിട്ട് ചൂട മേടിക്കണമെന്ന്. കാരണം അന്ന് അയില മേടിച്ചപ്പം അയിലയുടെ ചാറും അയിലയുടെ ഒരു കഷ്ണവും മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ കേട്ടോ. വേറെ ഒന്നും കഴിച്ചിട്ടില്ലേ. അയില കറി വെച്ചാൽ ഞാൻ കഴിക്കത്തില്ല. അങ്ങനെ ചൂടയും മേടിച്ച ലാസ്റ്റ് ഞാൻ വെള്ളിലോട്ട് ഇറങ്ങിയപ്പോൾ ദാ ഒരു അപ്പൂപ്പൻ അവിടെ ഇരുന്ന് കക്ക വിൽക്കുന്നേ. നമുക്കിവിടെ കക്ക എന്നാണ് പറയുന്നത്. പിന്നെ എല്ലാം കൂടെ വാങ്ങിച്ചാലും ആര് കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് കക്ക വാങ്ങിയില്ല കേട്ടോ. വാങ്ങണമെന്നും ഉണ്ടായിരുന്നു, വേണ്ടാന്നും ഉണ്ടായിരുന്നേ. കൊച്ചു നാഗവല്ലി പിന്നെയുമായി. പിന്നെ വേണ്ട എന്ന് വിചാരിച്ച് നമ്മളിങ്ങ് പോരുന്നത്. അങ്ങനെ ചൂടയെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് അതെല്ലാം ചട്ടിക്കകത്തോട്ടപ്പോൾ ചട്ടിക്കകത്ത് ചൂട കിടന്ന് മിനുമിനാന്ന് വിട്ടിത്തിളങ്ങുന്ന കണ്ടപ്പോഴത്തേക്ക് മനസ്സിലഞ്ചാറ് ലഡുവും പൊട്ടി. സന്തോഷത്തിന് കാരണം വേറൊന്നും അല്ല കേട്ടോ. നമ്മൾ ചൂട കഴിച്ചിട്ട് ഏകദേശം 1.5 വർഷത്തോളം വൈകിട്ട് എപ്പം നാട്ടിൽ വന്നാലും ആ സമയത്തൊന്നും നമുക്ക് ചൂടയില്ലാത്ത സീസണിലാണ് വരുന്നത് മൊത്തം. അപ്പോൾ ഇപ്പോൾ ചൂട കണ്ടപ്പോഴത്തേക്കും അതിൻ്റെ ഒരു സന്തോഷമാണ് മുഖത്തോടെയും മനസ്സിലൂടെയും മിന്നി മാഞ്ഞത്. അങ്ങനെ ചട്ടിക്കത്തി വെട്ടിത്തിളങ്ങി കിടന്ന ചൂട നമ്മൾ പയ്യെ അങ്ങ് എടുത്ത് എങ്കിൽ വെട്ടാമെന്ന് വിചാരിച്ചത്. കാരണം ഇനി മഴ വല്ലം വന്നാലും മുറ്റത്തിരുന്നാണ് ചൂട വെട്ടുന്നത്. ഇനി മഴ വല്ലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി അകത്ത് കയറ്റണമല്ലോ, പിന്നെ അകത്ത് എല്ലാം ഒരു മീനിൻ്റെ മണമാവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് പെട്ടെന്ന് വെട്ടുവാണ്. ആ ചട്ടിക്കകത്ത് കിടന്ന ചൂട ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നപ്പോൾ വെട്ടാനും തോന്നുന്നില്ല, എന്നാൽ വെട്ടാതിരിക്കാനും തോന്നുന്നില്ല. ആ ഒരവസ്ഥയായിരുന്നേ. എന്തായാലും വെട്ടിയല്ലേ പറ്റത്തുള്ളൂ. കാരണം നമ്മളിത് കഴിക്കാതിരുന്ന് കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ആക്രാന്തം കൊണ്ട് ഞാനത് പെട്ടെന്ന് വെട്ടി തീർക്കാമെന്ന് വിചാരിച്ച് പയ്യിരുന്ന് വെട്ടിക്കൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോൾ എനിക്ക് കൂട്ടിന് പൂച്ചകളും ഉണ്ട്. അപ്പുറത്ത് അവിടെ ഇരുന്ന് ഞാവും എനിക്കൂടെ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ ഒരു കുഞ്ഞു തല കൊടുത്താൽ അതിന് എന്ത് ഭാഗമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ തരാൻ പൂച്ചയെ കുറച്ചധികം വെട്ടിക്കഴിയട്ടെ അങ്ങനെയൊക്കെ അതിനോടും പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നാലും എൻ്റെ കൂട്ടുള്ള ആക്രാന്തമായിരിക്കുമല്ലോ പൂച്ചയ്ക്കും. ഞാൻ പറഞ്ഞു, നിൽക്ക് പൂച്ചയെ, നീ ഒന്നും ഇല്ലെങ്കിൽ എപ്പോഴും ഇവിടെ നിന്ന് മീൻ കഴിക്കുന്നതല്ലേ, ഞാനല്ലേ കഴിക്കാത്തത്, നീ അവിടെ നിൽക്ക് പൂച്ച, ഞാനിത് വെട്ടട്ടെ എന്ന് പറഞ്ഞാണ് പയ്യിരുന്ന് വെട്ടുന്നത്. പൂച്ച അതൊന്നും കേൾക്കുന്നൊന്നുമില്ല. അതാണെങ്കിൽ അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ശരി, ഞാൻ എന്തായാലും വെട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ഇത് ഒരുമിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് അതൊന്നും കേട്ടില്ല കേട്ടോ. അങ്ങനെ പൂച്ചയുടെ ഞാവ് കരച്ചിലിനൊടുവിൽ ഞാനും അവരോട് ചൊല്ലിയിട്ട് ഞാനും പറഞ്ഞ് പൂച്ച നിനക്ക് തരാമെന്നും പറഞ്ഞിട്ട്. നമ്മുടെ വീട്ടിലെ പൂച്ചയൊന്നും അല്ല കേട്ടോ, ഇത് എവിടെ നിന്നൊക്കെയോ ഓടി വന്നങ്ങനെ എൻ്റെ അമ്മ അങ്ങ് മരിച്ചു പോയി. അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ അയ്യത്തൊക്കെ ഇങ്ങനെ നടക്കും. മീനെല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ടത് കഴുകി കഴിഞ്ഞപ്പോൾ ഇനി എന്ത് വെക്കണമെന്നാണ് കൺഫ്യൂഷനായത്. കൺഫ്യൂഷൻ കാരണം വേറൊന്നുമല്ലേ, മാങ്ങ ഇടണോ പുളി ഇടണോ എന്നാണ്. എന്നാൽ ഇപ്പം മാങ്ങ സീസൺ ആയതുകൊണ്ട് മാങ്ങയിട്ട് തന്നെ വെക്കാമെന്ന് ലാസ്റ്റ് ഞാനങ്ങ് തീരുമാനിച്ചു. ചൂടെല്ലാം കഴുകി വൃത്തിയാക്കി മാങ്ങയും തേങ്ങയും കുറച്ച് കാന്താരിമുളക് ഇട്ട് വെക്കുമ്പോഴത്തേക്ക് ആ ഒരു നല്ല എരിവല്ലേ, അപ്പം നല്ല ടേസ്റ്റുമാണ്. അപ്പം അത്രയും ഞാൻ ഒരുമിച്ച് അങ്ങ് എടുത്തേ. എന്നിട്ട് തേങ്ങയെല്ലാം തിരുമ്മി അതിനകത്തോട്ട് പൊടികളായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയും കൂടി ഇട്ട് നമ്മൾ മിക്സിക്കകത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി ഒരുപാട് അരഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് മാങ്ങ അരിയാണ്. ഇത് തത്തച്ചുണ്ടൻ മാങ്ങയാണ്. തത്തച്ചുണ്ടൻ മാങ്ങയ്ക്ക് നല്ല പുളിയാണ്. അപ്പോൾ ഇത് കുറച്ച് വിളഞ്ഞിരിക്കുന്നതുകൊണ്ട് അത്ര വലിയ പുളിയൊന്നുമില്ല കേട്ടോ. അപ്പം നന്നായിട്ട് ആ മാങ്ങ ഇങ്ങനെ കീറി ചെറിയ കഷ്ണമായിട്ടിരുന്നത്. അപ്പോഴാണ് കുറച്ചും കൂടെ നല്ലത്. അല്ലാതെ വലുതായിട്ടിട്ട് അത്ര ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ലേ. എന്നിട്ട് പിന്നെ കാന്താരിയും കൊച്ചുള്ളിയും കൂടെ വേറെയാണ് ചതയ്ക്കേണ്ടത്, അരപ്പിൻ്റെ കൂടെ ചതച്ചെടുക്കരുത് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ആ ചതച്ച് വെച്ചിരുന്ന തേങ്ങയും കൊച്ചുള്ളിയും കാന്താരിയും അതിനകത്തോട്ട് മാങ്ങയും ഉപ്പും കറിവേപ്പിലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് യോജിപ്പിച്ച് വെക്കണേ. കാരണം ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് പിന്നെയും കിട്ടും. എന്നിട്ട് ഒരു കുറച്ച് നമുക്ക് ആവശ്യമുള്ള അത്ര മാത്രം വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഒരുപാട് ഒഴിക്കണ്ട. ഞാൻ പറഞ്ഞില്ല, നമ്മളിത് ചാറുകറി പോലല്ല വെക്കുന്നത്, ജസ്റ്റ് ഒന്ന് പറ്റിച്ചിങ്ങനെ എടുക്കുകയാണ്. അതിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ മീനൊക്കെ വേകുമ്പോഴത്തേക്ക് കുറച്ച് മീനെടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു. അതിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും മാത്രമേ ഞാനിപ്പോൾ എടുത്തോളേ. വെളുത്തുള്ളിയും നമ്മുടെ ഇഞ്ചി അതൊന്നും ഞാനിപ്പോൾ ചതച്ചെടുത്തില്ല കേട്ടോ. എന്നിട്ട് ഒരു ചട്ടി വെച്ച് അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ്, അമ്മ ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത്. അതിനകത്തോട്ടാണ് നമ്മൾ ഈ മീൻ വറക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക വേറെ ടേസ്റ്റ് ആണ് നമ്മുടെ ഈ വെളിച്ചെണ്ണയ്ക്ക് അത് വറുത്തെടുക്കുന്നതിനെല്ലാം. അങ്ങനെ മീനൊക്കെ വറുത്തുന്ന സമയത്ത് മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറിയെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കിയിരിക്കാനില്ല. അപ്പോൾ ഞാൻ ഇച്ചിരി ചോറെടുത്ത് ചോറും ക്യാബേജ് തോരനും മോരുകറിയും പിന്നെ ആ മീൻ പറ്റിച്ചതും മീൻ വറുത്തതും കൂടെ ആയിരുന്നേ. ഇങ്ങനത്തെ നാടൻ ഊണൊക്കെ കഴിക്കുമ്പോൾ മനസ്സിനൊരു പ്രത്യേക സുഖമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളേ. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ, സീ യു.